ചൂരൽമലയിലെ ജീപ്പ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയും നിരവധി ആളുകളെയാണ് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത്. ഉരുൾപൊട്ടിയ ആ ദിവസം അവരുടെ ജീപ്പുകൾ രക്ഷാവാഹനമായി മാറുകയായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമലയിലാണ്. അന്നത്തെ ദിവസം ഒരു ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ പറയുന്ന പോലെ പ്രവർത്തിച്ച നസീബേട്ടനും അദ്ദേഹം രക്ഷപ്പെടുത്തിയ ആളും നമ്മുടെ ഒപ്പം ഉണ്ട്. ഈ വാഹനത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ കടക്കാം. ചേട്ടാ, അന്നത്തെ ഒരു ദിവസം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഓർമ്മകളാണല്ലോ. അതെ, അന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടുള്ള ഓർമ്മകളായിരുന്നു. ശരിക്കും രാത്രി ഒരു മണിക്ക് 1:30 സംഭവം ഉണ്ടായത്. ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങളത് അറിഞ്ഞ പാടും ഞാനും എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ എൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് അനിയനും ഞാനും അടങ്ങുന്ന കുറച്ച് ആളുകൾ ടൗണിലേക്ക് വന്ന് കുറേ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ കുറേ ആളുകളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോട്ടിൻ്റെ സമയത്ത് തന്നെ കുറേ ആളുകളെ, ഒരു 100ഓളം ആളുകളെ ഞങ്ങൾ ടൗണിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ടൗണിൽ നിന്ന് പറയുമ്പോൾ ചൂരൽമല ടൗണിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയില്ല. അന്ന് ഞങ്ങൾക്ക് ടൗണിലേക്ക് എത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചളികളും പിന്നെ പാറകളും ഗ്യാസ് കുറ്റികളൊക്കെ ഒലിച്ചു വന്നിട്ട്, മരമുട്ടികളൊക്കെ ഒലിച്ചു വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുവിധം ഒരു 10 ആളുകൾ കൂടി, നൗഷാദ് എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു നമ്മളെ കൂടെ, അവരെ ഫാമിലി ഉണ്ടായിരുന്നു ടൗണിൽ തന്നെ. അവരെ അടക്കം ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് അന്ന് രാത്രി. ടൗൺ എന്ന് പറയുമ്പോൾ ഈ പാലം കടന്ന ആൾക്കാർ പോയ ആളുകളാണോ? അല്ല, പാലം കടന്നിട്ടല്ല, ചൂരൽമല ടൗൺ പാലത്തിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാരെ പിന്നീടാണ് രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസമാണ് വൈകിട്ടായപ്പോഴാണ് രക്ഷപ്പെടുത്തിയത്. ഈ പാലത്തിൻ്റെ അപ്പുറമുള്ള ആളുകളും ഇതിൽ പെട്ടിരുന്നില്ലേ? പാലത്തിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് നമ്മളെ കൂടെ ഉള്ളത്. അത് നമ്മളെ കൂടെ സഹപ്രവർത്തകനായ കൂടെ ഉള്ളത് മൂപ്പരാണ്. നമ്മൾ ഉൾപ്പെടെയാണ്, ഇദ്ദേഹത്തിന് ഉൾപ്പെടെ നമ്മൾ ജീപ്പ് അല്ല, ഇദ്ദേഹത്തെ പിന്നെയാണ് രക്ഷപ്പെടുത്തിയത്. നേവിയും എല്ലാവരും വന്ന് എയർലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. എയർലിഫ്റ്റ് ചെയ്യുമായിരുന്നു അവരെ? അന്ന് നിങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുമായിരുന്നോ? അതായത് നമ്മൾ ഉരുൾ പൊട്ടുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തുണ്ട്. ഫസ്റ്റത്തെ ഉരുൾ പൊട്ടലും പാലം പോയിട്ടില്ല. പാലം പോകുന്നതിന് മുമ്പ് 2-3 പേര് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് പാലം പോയത്. അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ളത്, നമ്മൾ അവിടെ ഉള്ളൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മളെ ദൗത്യം. അവിടുത്തെ വെച്ച് ഇവർ ടൗണിൽ ഇവരൊക്കെ കൂടിയിട്ടാണ് ഇവരെ രക്ഷിച്ചത്. നമ്മൾ പിന്നെ ഒറ്റപ്പെട്ടു. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ചൂരൽമലയിലെ പാലത്തിന് അക്കരെ മുണ്ടക്കൈ ഭാഗത്ത് ഞങ്ങൾ കുറഞ്ഞ വണ്ടികൾ മാത്രം. വാഹനം ജീപ്പ്. ഓക്കെ, അപ്പം അന്ന് ആളുടെ ഒരു ആളുകൾ ഒരുപക്ഷെ പെട്ടെന്ന് ഓടി മാറാനുള്ള ധൃതി കൂടെയൊക്കെ ആയിരുന്നായിരിക്കും അല്ലേ? തീർച്ചയായും. നമ്മൾ മുണ്ടക്കയിൽ ഉരുൾ പൊട്ടിയ സമയത്തിന് മുണ്ടക്കയിലേക്ക് ആദ്യം പോവുക ചെയ്തത്. മുണ്ടക്കയിലേക്ക് പോയ സമയത്തിന് ഒരുപാട് പേര് റോട്ടിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ചളിയിൽ നിന്ന് കയറി വരുന്നുണ്ടായിരുന്നു. അവരെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ചെയ്തത്. നേരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. ആ ഒരു സമയത്ത് ഇത്രയും ഭീകരമായിട്ടില്ല ദുരന്തമില്ലേ? നമ്മൾ അറിയുന്നില്ല എന്താ സംഭവിച്ചെന്നറിയില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താ സംഭവിച്ചത് നമുക്ക് പെട്ടെന്ന് അറിയുന്നില്ല. പിന്നീട് ആളുകൾ ചളിയിൽ നിന്ന് കയറി വരുമ്പോഴാണ് നമുക്ക് പറയുന്നത് ഉരുൾ പൊട്ടിയിരുന്നത്. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് അമ്പലം. നിങ്ങൾ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആയിത്തൂരിൽ മാത്രമാണ് പൊട്ടിയിരിക്കുന്നത്, പിന്നെ രണ്ടാമതും പൊട്ടുന്നുണ്ടല്ലേ? രണ്ടാമത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പൊട്ടുന്നത്. 3 മണിക്ക് ശേഷം രണ്ടാമത് പൊട്ടുന്നതിൽ പാലം പൂർണ്ണമായി തകർന്നു പോകുന്നത്. ആദ്യം രക്ഷപ്പെടുത്തി എവിടത്തേക്കാണ് മാറ്റിയത്? നമ്മൾ ആദ്യം രക്ഷപ്പെടുത്തി നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. ഹോസ്പിറ്റലും നമ്മൾ മുട്ടോളം വെള്ളമായിരുന്നു. നിങ്ങൾ പാലം കടന്നു പോയി? പാലം കടക്കില്ല. ഇവിടെ HML ഹോസ്പിറ്റലുണ്ട്, ആരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ ഹോസ്പിറ്റലുണ്ട്. നമ്മൾ അവിടേക്കാണ് ആദ്യം കൊണ്ടുപോയത്. മുണ്ടക്കയിൽ നിന്ന് 2 ആളെ കൊണ്ടുവന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. മേത്തെല്ലാം മുറിയായ ആൾക്കാരെ അവിടെ കൊണ്ടുപോയപ്പോൾ സിസ്റ്റർമാർ ആരും അവിടെ ഇല്ല. ഡോക്ടറൊന്നും രാത്രി ഉണ്ടാവലില്ല. അവിടെ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബംഗ്ലാവിലേക്ക് പോയി. ബംഗ്ലാവ് കുറച്ച് ഉയർന്ന പ്രദേശത്താണ് ബംഗ്ലാവ് ഉള്ളത്. അവിടെ കൊണ്ടുപോയി കുറേ പേരെ നമ്മൾ സേഫാക്കി. പിന്നീട് ബാക്കി ഒരു 300ഓളം പേരെ നമ്മൾ രാത്രിക്ക് നേരം വെളുക്കുന്നത് വരെ നമ്മൾ ട്രിപ്പ് അടിച്ച് 2 വണ്ടി ഉണ്ടായിരുന്നു. നമ്മളൊരു ജീപ്പും വേറൊരു പിക്കപ്പ് വാൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടിലും നേരെ കൊണ്ടുപോയി നമ്മൾ ബംഗ്ലാവിലേക്ക് സേഫ് ആക്കുകയാണ് ചെയ്തത് ബാക്കിയുള്ളവരെ. മറ്റേ ഒരു ചേട്ടാ അന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ സ്ഥലത്തുനിന്നല്ലേ? അതോ ഒന്ന് പറയൂ. ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റം വരെയാണ് ഇത് ഫസ്റ്റ് ചൂരൽമല ടൗണിൽ എത്തുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഒരു പോസ്റ്റ് വീഴുകയാണ്. വീട്ടിൻ്റെ സൈഡിൽ വെച്ച ഒരു പോസ്റ്റ് വീഴുകയായിരുന്നു. വീഴുമ്പോഴാണ് എനിക്കിത് ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തുക പറഞ്ഞിട്ട്. നമുക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂല. അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരനായ ഇവനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോഴത്തെ ഇവരൊക്കെ ഓടിയെത്തി അവിടെ. അവർ ഫസ്റ്റ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അപ്പോഴത്തെ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും ബാക്കിയുള്ളവരെയും എൻ്റെ ജീപ്പ് വെച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തിയിട്ടാണ് ബാക്കിയുള്ളവരെ ഒരു 10-40 ആൾക്കാരുടെ മേലെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഇവിടെ സംഭവിച്ചത്. ആ ഫസ്റ്റ് പൊട്ടലിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നല്ലായിരുന്നു മരണസംഖ്യ. അത്രയും വലിയൊരു മരണസംഖ്യ ആയിരിക്കും ഇത്. ഭാഗ്യം കൊണ്ട് ഒരുപാട് ദൈവത്തിൻ്റെ ഒരുപാട് വലിയ ഭാഗ്യമാണ് ആ അത്രയും കുടുംബം രക്ഷപ്പെട്ടത് തന്നെ. ഇനിയിപ്പോൾ 10 ആൾ രക്ഷപ്പെട്ടാൽ 5 ആൾ രക്ഷപ്പെട്ടാൽ അത് അയക്കാളെ വലിയൊരു ഭാഗ്യമാണ്.
തീർത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ആ രണ്ടാമത്തെ പൊട്ടിൽ വരെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുമായിരുന്നു. ഈ ചൂരൽമല ഭാഗത്തും ഒരുപാട് ആൾക്കാർ മരണപ്പെടുമായിരുന്നു. ഈ ചൂരൽമല ബാക്കിൽ കടകളുടെ ബാക്കിൽ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പിന്നെ വില്ലേജ് റോഡ് താമസിക്കുന്ന താഴെക്കൂടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരൊക്കെ അന്ന് എങ്ങനെയോ പറ്റിയ സമയം കൊണ്ട് പറ്റണമാതിരിയൊക്കെ ചെയ്ത് അതുകൊണ്ട് കുറേ ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഞങ്ങൾക്ക് ഇവിടെ ഒരു 900 കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഓഫ് റോഡ് സ്ഥലം. അവിടെ ഓടുന്ന ഒരുപാട് ജീപ്പ് ഡ്രൈവർമാർ, നമ്മളതിൽ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു എല്ലാ ആൾക്കാരും പെട്ടെന്ന് ഇവിടെ എത്തണം. ജീപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു ഗ്രൂപ്പിൽ പറഞ്ഞു, അതായത് എല്ലാ ഡ്രൈവറും ജീപ്പും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. നമ്മളെ കൂട്ടുകാരന്മാർ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റണവരൊക്കെ അത്രയും പെട്ടെന്ന് എത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടുന്ന് എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. മിംസ് ഹോസ്പിറ്റലിലേക്കും ഇവിടുന്ന് ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞു. ഫയർഫോഴ്സ് വരുമ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് അവർ വന്നപ്പോൾ ഒരു മരം മുറിഞ്ഞ് കിടക്കണത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് കിടക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും ഞങ്ങളെയും കൊണ്ട് കഴിയണ ഞങ്ങളല്ല ഒരുപാട് ആൾക്കാർ. ജീപ്പ് ഡ്രൈവർ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ? 900 കണ്ടി ഡ്രൈവേഴ്സ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുവാണ്. നിങ്ങൾ ഈ വിളിച്ച ഉടനെ ഇത്രയും വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ ഓടിയെത്തിയ 200 ആളിന്റെ മേലുള്ള ഗ്രൂപ്പാണ്. അതിലേക്ക് വോയിസ് ഇട്ടു, കുറെ ആൾക്കാരെ വിളിച്ചു ബന്ധപ്പെട്ടു. അതുകൊണ്ട് സെക്കൻഡ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് എല്ലാവരും 10 മിനിറ്റ് കൊണ്ട് ഓടി എത്തേണ്ട ഈ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തി ജീപ്പ് ഡ്രൈവേഴ്സ്. ഇവരാണ് ഫസ്റ്റ് എത്തുന്നത്. ഇവരെ വീട് പറഞ്ഞാൽ എൻ്റെ ടൗണിലാണ്, ഇവരെ വീട് എൻ്റെ വീടിന്റെ ബാക്കിലാണ്. അപ്പൊ അവർ അതിലേക്ക് കയറിയിട്ട് വേഗം വന്നു. എനിക്ക് ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും അതിലെ സൗഹൃദങ്ങളും ഭയങ്കര ഉപകാരം സാറേ, ഒരുപാട് ഉപകാരം, 100% ഉപകാരമാണ് അത്. ഒരുപാട് പേരെ ഒരുപാട് ആൾക്കാരെ ഈ ജീപ്പ് ചൂരൽമല മേപ്പാടി ഗ്രൂപ്പ്, പിന്നെ റോഡിന്റെ ഒരു NH എന്ന് പറഞ്ഞിട്ട് ഒരു ചൂരൽമല മേപ്പാടി ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലും ഒരു 500ന്റെ മേലെ ആളുകളുണ്ട്. അതിലും ഈ മെസ്സേജുകൾ കണ്ടമാനം പാസ് ചെയ്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ആൾക്കാർക്ക് എത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെ പൊട്ട് നമുക്ക് പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു 100ലേറെ ആളുകളെ നമുക്ക് രക്ഷിക്കായിരുന്നു. രണ്ടാമത്തെ പൊട്ടിൽ കുറെ ആൾക്കാരെ മരണസംഖ്യ കുറച്ച് കുറയ്ക്കായിരുന്നു. ഇതാ ഇവർ പറയുന്ന ഒരു കഥ, വലിയ ഒരു അനുഭവ കഥ കൂടിയാണ്. നമുക്ക് ഈ കാണാം, ഈ ജീപ്പ് ഇവരുടെ ഈ ഡ്രൈവർമാരുടെ കൂട്ടായ്മ, അവരുടെ ആ കൂട്ടായ്മയാണ് 100 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. വളരെ പെട്ടെന്ന് ഓടിയെത്താൻ സാധിച്ചു. ശരിക്കും വാട്സാപ്പ് കൂട്ടായ്മകളൊക്കെ ഇത്ര ഉപകാരപ്പെടുന്ന രീതിയിൽ പെടുന്നുണ്ടെന്ന് പറയുമ്പോഴും അതിൽ നമുക്കൊരു മനസമാധാനപ്പെടുകയും സന്തോഷിക്കാൻ സന്തോഷിക്കണമെന്നുമില്ലെങ്കിൽ പോലും ഒരു സമാധാനമാണ് ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗാർഡുമാരും നമുക്ക് നല്ല സഹായം ചെയ്തിട്ടെന്ന് പറയാൻ കാരണം ഇവരെ നെറ്റ് പെട്രോളിങ്ങിലുള്ള ആൾക്കാർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേയും കൂടി രക്ഷാപ്രവർത്തനത്തിന് ഫോറസ്റ്റിന്റെയും കൂടി സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. അതാണ് എടുത്തു പറയേണ്ടത്. ചില ചിത്രങ്ങൾ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ചില ചിത്രങ്ങൾ സൈനിക ഉദ്യോഗസ്ഥരാണെന്ന് പോലും ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവർ ഈ സംഭവ രാത്രിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. ഇവർ രണ്ടുപേരും പാലത്തിനപ്പുറയാണെങ്കിൽ അല്പസമയം മുമ്പ് സംസാരിച്ചാൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ ഈ ജീപ്പ് ഡ്രൈവേഴ്സാണ്. ഇവരുടെ ഒരുമ എടുത്തു പറയേണ്ടതാണ്. അത് മുമ്പോട്ടും ഇനിയുള്ള ജീവിതവും അതുപോലെ തന്നെ മുന്നോട്ടും പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വയനാട് ചൂരമലയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം കൈരളി ന്യൂസിനു വേണ്ടി സുജു ടി ബാബു.